നമുക്കിപ്പോൾ വൃക്കരോഗമാണ് വൃക്കരോഗമുണ്ട്, അതിൻ്റെ ഒരു സംരക്ഷണം അത് എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ എങ്ങനെ കഴിയും നമുക്കൊരു രോഗമുണ്ട് എന്നുള്ളത്? അതാണ് ഏറ്റവും പ്രധാനമായ ഒരു കാര്യം. അതാണ് ഈ വർഷത്തെ വൃക്ക ദിനത്തിൻ്റെ പ്രധാന സന്ദേശവും അതുതന്നെയാണ്. മിക്കവാറും വൃക്കരോഗം നമുക്ക് ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല. വൃക്കയുടെ പ്രവർത്തനം ഏകദേശം 50% കേടായി കഴിഞ്ഞ് മാത്രമേ നമുക്ക് മിക്കവാറും ലക്ഷണങ്ങൾ ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് നേരത്തെ കണ്ടുപിടിക്കുക, നേരത്തെ പ്രതിരോധിക്കുക, വൃക്കയുടെ പ്രവർത്തനം നന്നായി പരിരക്ഷിക്കുക. ഇതാണ് ഈ വർഷത്തെ വൃക്ക ദിനത്തിൻ്റെ പ്രധാന സന്ദേശം. അപ്പം നേരത്തെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് മിക്കവാറും നമ്മൾ പലപ്പോഴും ഈ മൂത്രപരിശോധനയും രക്തപരിശോധനയും ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കിത് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു ലക്ഷണവും കണ്ടെന്ന് വരില്ല. പ്രത്യേകിച്ച് ഷുഗറുള്ള, ഡയബറ്റീസ് ഉള്ള ആളുകൾ ഒരു 6 മാസത്തിലൊരിക്കൽ മൂത്രപരിശോധന നടത്തി അതിലെ മൈക്രോ ആൽബുമിൻ ടെസ്റ്റ് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ വൃക്കരോഗത്തിൻ്റെ ആരംഭമാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയേക്കും. അപ്പോൾ അങ്ങനെയുള്ളതിനെ നമ്മൾ ചികിത്സിച്ച് ഭേദമാക്കി കഴിഞ്ഞാൽ അത് വൃക്കരോഗം പ്രോഗ്രസ് ചെയ്യാനും അതിനെയൊക്കെ തടയാൻ നമുക്ക് സാധിക്കും. അതേപോലെ തന്നെ റെഗുലറായിട്ട് ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുക. ബ്ലഡ് പ്രഷർ കൃത്യമായി കൺട്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാലും വൃക്കരോഗത്തിലേക്കുള്ള പ്രയാണത്തിനെ നമുക്ക് തടയാൻ പറ്റും. ഇത് രണ്ടും മിക്കവാറും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പകുതി വൃക്കരോഗങ്ങളെ നമുക്ക് തടയാനും പറ്റും. അതുകൊണ്ട് വൃക്കരോഗത്തിൻ്റെ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അതിന് ലക്ഷണങ്ങളുണ്ടാവില്ല. പരിശോധനകളിലൂടെ മാത്രമേ ഉള്ളൂ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. പരിശോധനകൾ പ്രത്യേകിച്ച് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പരിശോധനയാണ് മൂത്രപരിശോധന നടത്തിയാൽ നമുക്കതിൽ പ്രോട്ടീൻ ഉണ്ടോ, മൈക്രോ ആൽബുമിൻ ഉണ്ടോ. ഇങ്ങനെയുള്ള മൈക്രോ ആൽബുമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിൻ്റെ അറ്റാക്കിനെയും അതിൻ്റെ ഒരു ഏർലിയർ ഡിറ്റക്ടറായിട്ട് തന്നെ ഇതിനെ കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ട് മൈക്രോ ആൽബുമിൻ കണ്ടൻ്റ് ഉണ്ടോ എന്നറിഞ്ഞാൽ അത് അനുസരിച്ച് നമുക്ക് ചികിത്സയെ മോഡിഫൈ ചെയ്യാനും അതനുസരിച്ച് വൃക്കരോഗത്തിനെ പ്രതിരോധിക്കാനും നമുക്ക് സാധിക്കും. ശരി ഡോക്ടർ.